ലവ് ജിഹാദ് ഇപ്പോഴുമുണ്ടെന്ന് ഇടുക്കി രൂപത. കൗമാരക്കാരായ കുട്ടികളാണ് ഇത്തരം സംഘങ്ങളുടെ ലക്ഷ്യം. ഇത് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ടെന്നും ഇടുക്കി രൂപത വ്യക്തമാക്കി. ഇത്തരം വിഷയങ്ങളും ഇസ്ലാമിക തീവ്രവാദം ചർച്ച ചെയ്യുന്ന ദി കേരള സ്റ്റോറി എന്ന ചലച്ചിത്രവും ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചു. കുട്ടികളിലെ ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്നും ഇടുക്കി രൂപത വ്യക്തമാക്കി. ദി കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. വിശ്വാസ പരിശീലന പരിപാടിയോട് അനുബന്ധിച്ച് 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയച്ചതിയിൽപ്പെടുത്തി ഇത്തരം തീവ്രവാദ സംഘങ്ങൾ കുട്ടികളെയും യുവതീ യുവാക്കളെയും കെണിയിൽപ്പെടുത്തുന്നുണ്ടെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നുമാണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം. കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയത്തിൽ വീണു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ അത് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യവും അതിന് പ്രകടമായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഒരുപാട് കുടുംബങ്ങൾ വിഷയങ്ങളുണ്ട്, ഒരുപാട് കുട്ടികൾ എങ്ങനെ അപകടത്തിൽ വീണ് പോയിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമായി കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഈ വിഷയം തന്നെ നമ്മൾ എടുക്കാനാക്കാം. കുട്ടികൾക്ക് നൽകിയ ബുക്കിൽ ലവ് ജിഹാദിനെതിരെയും പരാമർശമുണ്ട്. ലവ് ജിഹാദ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും രൂപത വ്യക്തമാക്കുന്നു. പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കി കൊണ്ടുപോവുക എന്നുള്ള ഒരു രീതി നാട്ടിൽ നടപ്പാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ കേരള സർക്കാരും പ്രതിപക്ഷവും നിലപാടെടുത്തിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഈ നിലപാട് ഇടുക്കി രൂപത തള്ളി. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് ബാൻ ചെയ്ത സിനിമയൊന്നുമല്ല. അത് വിലക്കുകളുള്ള സിനിമയല്ല. അത് OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുള്ള പടമാണ്. അത് തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള പടമാണ്. അങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഒരു സിനിമ അത് പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല. മതപരിവർത്തനമടക്കം ഇതിവൃത്തമാക്കിയ സിനിമയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്നുയരുന്ന പ്രതിഷേധത്തിനിടെയാണ് ഇടുക്കി രൂപതയുടെ സിനിമ പ്രദർശനമെന്നതും ശ്രദ്ധേയമാണ്. ജനം, ഇടുക്കി.